ഷൈൻ നായകനായി അഭിനയിച്ച ദൃഢം എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. കൊള്ളാം, അടിപൊളിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ സിനിമ. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഞെട്ടിച്ചു കളഞ്ഞു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ക്ലൈമാക്സിൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അടിപൊളിയായിരുന്നു. മാർട്ടിൻ ജോസഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ മൊത്തത്തിൽ നല്ല എൻഗേജിംഗ് ആയിരുന്നു. അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഷൈൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു SI ആണ്. അപ്പോൾ പുള്ളി ആദ്യമായിട്ട് SI പോസ്റ്റിംഗ് കിട്ടിയിട്ട് ഇടുക്കി ജില്ലയിലേക്ക് വരികയാണ്. അപ്പോൾ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷനിലാണ് പുള്ളിക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. പക്ഷേ പുള്ളി അവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു മർഡർ സംഭവിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഒരു ബാങ്ക് റോബറി, വീണ്ടും ഒരു മർഡർ. അപ്പോൾ ഇതിന്റെയൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അത് നല്ല രസമായിട്ട് തന്നെ പ്രേക്ഷകർക്ക് എൻഗേജിങ് ആവുന്ന രീതിയിൽ തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല എൻഗേജിങ് ആയിരുന്നു. ആ ഒരു കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫും നല്ല എൻഗേജിങ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. പക്ഷേ സിനിമയിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിലെ ആ ട്വിസ്റ്റ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു ട്വിസ്റ്റ്. അത് നല്ല ഗംഭീരമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ പടം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിൻഡോ ദേവസ്യ, ജോമോൻ ജോൺ എന്നിവരാണ് ഈ സിനിമയുടെ കഥ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ അവർ ആ സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഷൈൻ അടിപൊളിയായിട്ട് തന്നെ ആ പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു തുടക്കക്കാരൻ SI എന്ന രീതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ആ ബിഹേവിയറും കാര്യങ്ങളും, പിന്നെ ഓരോ കേസുകൾ വരുമ്പോഴും ആ തുടക്കക്കാരൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസ് ക്ലൈമാക്സിൽ വരുമ്പോഴും അടിപൊളിയായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഷൈൻ നിഗത്തിന്റെ. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫുകളാണ്. ശോഭി തിലകൻ, കോട്ടയം രമേശ്, ദിനേശ് പ്രഭാകർ, കൃഷ്ണപ്രഭ, നന്ദനുണ്ണി, സനിയ ഫാത്തിമ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ശ്രീരാജ് ഷാജിയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. PM ഉണ്ണികൃഷ്ണനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നല്ലൊരു വർക്ക് തന്നെയായിരുന്നു. ആ നൈറ്റ് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. VS വിനായകാണ് സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കണ്ടിരിക്കാവുന്ന നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ദൃഢം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.